ഹലോ, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ കഴിഞ്ഞ ഒരു ഷോർട്ട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ വരുന്ന ഞായറാഴ്ച എൻ്റെ ബ്രദറിൻ്റെ എൻഗേജ്മെൻ്റ് ആണെന്ന്. അപ്പോൾ ഇന്ന് അവൻ്റെ എൻഗേജ്മെൻ്റ് ആണ്, ഉച്ച കഴിഞ്ഞിട്ടാണ് പരിപാടി. അപ്പം വലിയ പരിപാടിയായിട്ടൊന്നുമില്ല, ചെറിയൊരു വിരുന്ന്. അപ്പം അതിനായിട്ട് ഇതാ ഒരു ഗിഫ്റ്റ് ഹാമ്പറൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ആയിട്ട് ഇതേ പോവാണ്. ഇനിയിപ്പം അടുത്ത കാര്യങ്ങൾ നമ്മൾ അടുത്ത വീഡിയോയിലായിട്ട് ഇടുന്നതായിരിക്കും, അല്ലെങ്കിൽ അടുത്ത അവിടെ ചെന്ന് കഴിയുമ്പോഴേക്കും ഇടുന്നതായിരിക്കും. അപ്പോൾ നമുക്കിനി അവിടെ ചെന്ന് കഴിഞ്ഞിട്ടുള്ള വീഡിയോ കാണാം. ബൈ. ഈ ഒരു ഹാമ്പർ ഞാൻ മേടിച്ചിരിക്കുന്നത് വി ബേക്യൂ എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്നാണ്. ഇത് ഇങ്ങനെയൊക്കെ ഗിഫ്റ്റ് ഹാമ്പർ ചെയ്യേണ്ട ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഈ ഒരു ID മെൻഷൻ ചെയ്തേക്കാം, നിങ്ങൾ ഇതിലൊന്ന് നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ നമ്മളിത് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കാവാലത്താണ് പെണ്ണിൻ്റെ വീട്. അമ്മയും അച്ഛനും ഒക്കെ എല്ലാവരും ട്രാവലറിലാണ് പോകുന്നത്. ഇപ്പം ഞങ്ങൾ അത്യാവശ്യം കസിൻസ് എല്ലാവരും കൂടെ കാറിലാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോവുകയാണ്. ഞങ്ങളിത് വണ്ടിയിൽ പാട്ടൊക്കെ ഇട്ട് വർത്താനമൊക്കെ പറഞ്ഞ് പോവുകയാണ് എല്ലാവരും കൂടെ. അത്യാവശ്യം കാവാലമൊക്കെ ആയതുകൊണ്ട് അത്യാവശ്യം നല്ല ഈ കണ്ടം ഒക്കെ കൂടെ, കണ്ടത്തിൻ്റെയൊക്കെ നടുക്കൂടെയാണ് കേട്ടോ പോകുന്നത്. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. കൊയ്ത്ത് കഴിഞ്ഞ് കിടക്കുകയും കൂടെ ആയിരുന്നു കേട്ടോ. അപ്പുറത്തൊക്കെ കൊയ്ത്ത് നടക്കുന്നുമുണ്ട്. നല്ല രസമുണ്ടായിരുന്നു, നല്ല കാറ്റൊക്കെ ആയിരുന്നു കേട്ടോ. നല്ല രസമായിരുന്നു ഈ ഒരു വഴി യാത്ര. അല്ലെങ്കിൽ നമ്മൾ ഈ കാവാലം കുട്ടനാടൊക്കെ ആ ഒരു അങ്ങോട്ടേക്ക് പോകുമ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല കാറ്റും നല്ല കാഴ്ചകളൊക്കെ കണ്ടുപോകാൻ നല്ല രസമാണല്ലേ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെയുള്ള യാത്രയൊക്കെ പോകാൻ. പ്രത്യേകിച്ച് ഇങ്ങനെ ഈ ആലപ്പുഴയിലോട്ടൊക്കെയാണെങ്കിൽ പിന്നെ പറയണ്ട, നല്ല രസമായിരിക്കും. അപ്പോൾ ഞങ്ങൾ കാവാലത്ത് വന്നിട്ടുണ്ട്. നമ്മുടെ കാവാലം ചെറുകരയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ വന്നപ്പോഴത്തേക്ക് അമ്മയും കസിൻസും ഒക്കെ ഓൾറെഡി അവിടെ വന്നിട്ടുണ്ടായിരുന്നു ട്രാവലറെ. ഞങ്ങൾ കുറച്ച് ലേറ്റായി പോയായിരുന്നു. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടേക്ക് നടക്കുകയാണ്. കാരണം മെയിൻ റോഡിൽ അവിടെയാണ് നമ്മൾ വണ്ടി ഇട്ടേക്കുന്നത്. അകത്തോട്ട് വണ്ടി കയറും, പക്ഷേ എന്നാലും വളയ്ക്കാനും തിരിക്കാനും ഒക്കെ ഭയങ്കര പാടായിരിക്കും, കാരണം കുഞ്ഞു വഴിയല്ലേ. അതുകൊണ്ട് ഞങ്ങൾ വണ്ടി മെയിൻ റോഡിൻ്റെ അവിടെ ചെറുകര അമ്പലത്തിൻ്റെ അവിടെ പാർക്ക് ചെയ്തിട്ടാണ് പോകുന്നത് അകത്തോട്ട്. അപ്പോൾ എന്നെ കണ്ടുകൊണ്ട് ശിവാനി മോൾ ചേച്ചിയുടെ കൊച്ചു ഓടി വരുവാണ് കേട്ടോ. അപ്പോൾ അവിടെ ഞങ്ങൾ അവരുടെ വീട്ടിലൊക്കെ വന്ന് പിന്നെ എല്ലാവരും വാതിക്കലൊക്കെ ഇരുന്ന് എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഈ ഇവിടെയൊക്കെ ചെന്ന് കഴിഞ്ഞ് നമ്മൾ അങ്ങോട്ടേക്ക് ഗസ്റ്റായിട്ട് ചെല്ലുമ്പോൾ നമുക്കൊരു പോസ്റ്റ് അല്ലേ, എന്ത് ആ ഒരു സമയത്ത് നമ്മൾ അനുഭവിക്കുന്ന ആ ഒരു പോസ്റ്റ് ഭയങ്കര ഇതല്ലേ. കാരണം നമുക്ക് ആകെപ്പാടെ ഒരു ചമ്മലോ എന്താണ് ആർക്കൊന്നും പറയാൻ, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ചിരിക്കുകയായിരുന്നു കേട്ടോ. കാരണം എല്ലാവർക്കും ഒരു ചമ്മലായിരുന്നു മിണ്ടാനും സംസാരിക്കാനും എടുക്കാനും ഒക്കെ. അപ്പോൾ നമ്മുടെ ചെക്കൻ ഹാമ്പറൊക്കെ കൊണ്ട് അവിടെ കൈ കൊടുത്ത്, അപ്പോൾ അവളൊരു ബൊക്കെയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ നിന്നുകൊണ്ട് ഞാൻ അന്നേരം പെട്ടെന്ന് പുറകിലായിപ്പോയി. അപ്പോൾ എനിക്ക് ഫോട്ടോ എടുക്കാൻ പറ്റിയില്ല, ചെറിയൊരു വീഡിയോ മാത്രമേ എനിക്ക് അതിനകത്തോട്ട് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവൻ എന്നെ അകത്തോട്ട് വിളിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ അകത്തോട്ട് കയറുന്നുണ്ട്. അകത്തും ചൂടാണ്, കാരണം ഭയങ്കര ചൂടല്ലേ, നമുക്ക് ഇപ്പോഴത്തെ കാലാവസ്ഥ തന്നെ ഭയങ്കര ചൂടാണ്. അപ്പോൾ പിന്നെ ഈ ഒരു ലൈറ്റും ഒക്കെ ആയിട്ട് നമ്മൾ അകത്തോട്ടേക്ക് കയറുമ്പോഴത്തേക്ക് ഭയങ്കര ചൂടായിരുന്നു. ഈ ഒരു ഗ്രീൻ സാരി അബീത്തിൻ്റെ അമ്മയാണ് കേട്ടോ. അതുപോലെ തന്നെ ആ പിങ്ക് സാരി കാത്തൂൻ്റെ അമ്മയുമാണ്. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട് ശിവാനി മോൾ എൻ്റെ ഇടയ്ക്ക് വന്നിരിക്കുകയാണ് കേട്ടോ, കൊച്ചിനെ കാണിക്കാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കാൻ ഇരുന്നത് നമ്മുടെ ചെക്കനും പെണ്ണും അവിടെ ഇരിപ്പുണ്ട്. ഞാൻ വീഡിയോ എടുക്കുന്ന നൈസായിട്ട് കാത്തു കാണുകയും കൂടെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ അത് നോക്കി ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. വീഡിയോ എടുക്കുന്നതാണെന്ന് മനസ്സിലായിട്ടുണ്ടായിരുന്നു രണ്ടുപേർക്കും. അപ്പോൾ പിന്നെ ഞങ്ങൾ കുറേ നേരം എല്ലാവരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെടുകയൊക്കെ ചെയ്ത്, കാരണം രണ്ട് കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇനിയിപ്പോൾ അടുത്ത വരവും കാര്യങ്ങളും ഒക്കെ പറയണമായിരുന്നല്ലോ. അപ്പോൾ എല്ലാവരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അതൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ ഇരിക്കുമായിരുന്നു. ഇനിയിപ്പോൾ വിഷുവിന് തലേന്ന് അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്, അതായത് അബീത്തിൻ്റെ വീട്ടിലോട്ട് വരുന്നുണ്ട്. പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കാനിരുന്നത് കാത്തുമൊക്കെ എൻ്റെ അടുക്ക വന്നിരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കാനായിട്ട് അപ്പവും താറാവ് കറിയായിരുന്നു, അതുപോലെ തന്നെ വെജ് കറി ഉണ്ടായിരുന്നു. സ്റ്റാർട്ടറായിട്ട് നമുക്ക് ഹലുവയും ഉണ്ണിയപ്പം ഉണ്ടായിരുന്നു കേട്ടോ, പിന്നെ ചായ. പിന്നെ അപ്പം ഞങ്ങൾ കഴിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ കാത്തു കഴിക്കുന്ന വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന കണ്ടുകൊണ്ടാണ് ഉടനെ അവൾ മറ്റേ കൈ എടുത്ത് പൊത്തി പിടിച്ച് കേട്ടോ. പിന്നെ ഇതെൻ്റെ ചേച്ചിയാണ് കേട്ടോ, നമ്മുടെ കസിനാണ്. അപ്പോൾ അവളും എന്നെ ചാനലിൽ കാണിക്കണമെന്ന് പറഞ്ഞ് കാണിച്ചതാണ് കേട്ടോ. അപ്പോൾ അവളും ഇത് നമ്മുടെ ചേച്ചിയാണ്. അവിടുന്ന് ഞങ്ങൾ തിരിച്ച് ഞങ്ങൾ നീലമ്പേരൂർ ഫോട്ടോ ഷൂട്ടിന് വേണ്ടിയിട്ട് പോയി. ചുമ്മാ ഒരു രസമല്ലേ അതൊക്കെ. അപ്പോൾ ഇന്നത് ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി നീലമ്പേരൂർ പോവുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നീലമ്പേരൂർ അമ്പലത്തിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അവരകത്തോട്ട് കയറി ഫോട്ടോ എടുക്കാൻ വേണ്ടി. അപ്പം ഞാനും അമ്മും സാന്ദ്ര ചേച്ചിയും കൂടെ പുറത്ത് നിൽക്കുവാണ് കേട്ടോ. കാരണം ഞങ്ങൾ അകത്തോട്ട് കയറിയിട്ടില്ലായിരുന്നു, അവരകത്ത് നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കുമായിരുന്നു. അവരും മറ്റേ ഫോട്ടോഗ്രാഫറും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് ഈ ഒരു സമയത്ത് എന്ത് പാടല്ലേ ഈ ഫോട്ടോഗ്രാഫേഴ്സൊക്കെ പറയുന്നത് കേട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോസ് ചെയ്ത് നിൽക്കുന്നതൊക്കെ എന്ത് കഷ്ടപ്പാടല്ലേ. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, ഭയങ്കര പാടായിരുന്നു കേട്ടോ. അതിനേക്കാളൊക്കെ ഉപരി നമുക്ക് ഏത് പോസിൽ നിൽക്കും എന്നുള്ള ഒരു ഇതായിരുന്നു എല്ലാവർക്കും. എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നീ പറഞ്ഞതാന്ന് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ ഞങ്ങളിരുന്ന് പറയുമായിരുന്നു. അപ്പോൾ അതിൻ്റെ താഴെ നമുക്ക് താമരക്കുളം ഉണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പം നമ്മൾ അങ്ങോട്ടേക്കും പോകുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു ഇതിൻ്റെ വീടിൻ്റെ ഫ്രണ്ടിലായിട്ട് നിന്ന് ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞ് ഞങ്ങൾ സെറ്റ് ചെയ്യുവാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ മുമ്പ് ഇരുന്നത് ഫോട്ടോ ഷൂട്ടിനായിട്ട് ഓരോ പോസൊക്കെ കാണിക്കുവാണ് അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേരും കൂടെ. ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് നല്ല രസമുണ്ടല്ലേ, ആ ഒരു വീടിൻ്റെ നമ്മുടെ ആ പഴയ ഒരു ഇല്ലവൊക്കെ പോലെ ഒരു നല്ല ഭംഗിയില്ലേ. അപ്പോൾ ഞങ്ങൾ അതൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുവാണ് കേട്ടോ. അപ്പം കാത്തു അവിടെ നിന്ന് പറയുവാണ്, എടി ഏതെങ്കിലും ഒരു പോസ് പറഞ്ഞതാ, നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിൽക്കാതെ
പോകുന്നതെന്ന് പറഞ്ഞ്. അപ്പോൾ ഞങ്ങളിതേ അതൊക്കെ കണ്ട് ഇങ്ങനെ ചിരിച്ച് ഇവർ പോസ് ചെയ്യുന്നതൊക്കെ കണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചിരിയായിരുന്നു കേട്ടോ ഞങ്ങൾക്ക്. നമുക്കിതൊരു രസമല്ലേ അല്ലേ. ഈ അനുഭവത്തിൽ വരുമ്പോൾ അറിയാം ഇതിൻ്റെ ആ ഒരു ബുദ്ധിമുട്ട് എത്രത്തോളം ആണെന്ന്. കാരണം ഇങ്ങനെ ചിരിച്ച് നിൽക്കുക, അയ്യോ അതൊക്കെ ഭയങ്കര പാടല്ലേ. ഇന്നലെ തന്നെ അവർ കാണിക്കുന്നുണ്ട്, ഞങ്ങൾക്ക് ചിരി വന്നു പോയി. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ നീലമ്പേരൂർ അമ്പലത്തിൻ്റെ താമരക്കുളം കേട്ടോ. ഞാൻ ഇങ്ങോട്ടാണ് ആദ്യമായിട്ടാണ് കേട്ടോ വരുന്നത്. കാരണം ഞാൻ മാത്രമല്ല അവരും ആദ്യമായിട്ടാണ് വരുന്നത്. കാത്തു വന്നിട്ടുണ്ട്, ഞങ്ങൾ ആദ്യമായിട്ടാണ് കേട്ടോ വരുന്നത്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ അവിടെയൊക്കെ കാണാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ തൊട്ടിപ്പുറത്ത് ചെറിയൊരു കുളവും ഉണ്ട് കേട്ടോ, അല്ലാതൊരു കുളമുണ്ട്, ഒരു മീൻകുളം പോലെ ഒരു ഇതുണ്ട്, ഇത് കണ്ടില്ലേ. അപ്പം അതിങ്ങനെ ചുറ്റിയൊക്കെ കെട്ടി നല്ല ഭംഗിയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ നടുക്കായിട്ട് ഈ ഒരു വരമ്പിക്കൂടെയാണ് നമ്മൾ നടന്നു പോകുന്നത്. അപ്പോൾ അവരങ്ങോട്ടേക്ക് ഫോട്ടോ എടുക്കാനായിട്ടൊക്കെ പോയി. ഞങ്ങളിതേ ഈ ഒരു താമരക്കുളമൊക്കെ കണ്ടുകൊണ്ടൊക്കെ നിൽക്കുവാണ് കേട്ടോ. അപ്പോൾ ഫോട്ടോഷൂട്ട് തീരാറായി. ഇപ്പോൾ ലാസ്റ്റത്തെ ഈ ഒരു ഇത് ഞാൻ പറഞ്ഞു കൊടുത്താൽ കേട്ടോ, നമുക്കൊന്ന് ഇത്രയൊക്കെ ഫോട്ടോ എടുത്തില്ല, ഇനിയിപ്പോൾ കാത്തൂനി ഒന്ന് എടുത്തുകൊണ്ടും കൂടെ നിന്നൊരു ഫോട്ടോ എടുക്കാൻ വന്ന്. അപ്പോൾ ആ ഒരു ഇതും ആഗ്രഹവും അങ്ങ് സാധിച്ചു കൊടുത്തേച്ചിട്ട് അവിടെ നിന്ന് നമ്മൾ തിരിച്ച് കാത്തൂനെ വീട്ടിലാക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. ഈ ഒരു താമര അവിടുന്ന് പറിച്ചാണ് കേട്ടോ. അവിടുന്ന് സത്യത്തിൽ നമുക്കങ്ങനെ പറിക്കാൻ പറ്റത്തില്ല, അവർ നമ്മളെ വഴക്ക് പറഞ്ഞിരുന്നു. പക്ഷേ അറിയത്തില്ലാത്തതുകൊണ്ട് തന്നെ നമ്മളത് പറിച്ചു. പിന്നെ അതിന് പൈസ കൊടുക്കേണ്ടതായിട്ട് വന്നു. പിന്നെ അവിടുന്ന് തിരിച്ച് കാത്തൂനെ ആക്കിയിട്ട് തിരിച്ച് ഞങ്ങളെയൊക്കെ വീട്ടിലോട്ടാക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. നമ്മൾ അത്യാവശ്യം 6:30 കഴിഞ്ഞു നമ്മൾ തിരിച്ചു പോരുമ്പോഴത്തേക്ക്. അവിടുന്ന് പോരുമ്പോൾ 6 മണി 6:30 ആയി. ഇപ്പോൾ ഇരുട്ടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മൾ ചാന്നാനിക്കാട്, അതായത് പ്ലാമൂട് കയറിയാണ് പോകുന്നത് കേട്ടോ. ഈ ഒരു പാട്ട് കേട്ടില്ലേ, എനിക്ക് ഈ ഒരു പാട്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമാണോ ഇങ്ങനത്തെ ഈ പാട്ടൊക്കെ? എനിക്കിതിൻ്റെ ലിറിക്സൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എന്ത് രസമല്ലേ കേൾക്കാൻ. അയ്യോ ഭയങ്കര ഇഷ്ടമാണ് ഈ പാട്ടൊക്കെ. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഈ പാട്ടൊക്കെ, ഈ ഉയിരിൻ നാഥൻ എന്ന് പറയുന്ന ഈ ഒരു സോങ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. നമ്മുടെ രണ്ടാമത്തെ വ്ളോഗാണിത്. എന്തെങ്കിലും തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക, നമുക്ക് ഇനിയും മുമ്പോട്ട് വരുമ്പോൾ ശരിയാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്